എല്ലാവർക്കും സ്കൂൾ ക്വിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഉത്തരായന രേഖ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഡെക്കാൻ പീഠഭൂമി. രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഹീമോഗ്ലോബിൻ. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജി. ഉജ്ജ്വല ശബ്ദാഢ്യൻ, ഉല്ലേഖ ഗായകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടെ വരികൾ? വള്ളത്തോൾ നാരായണ മേനോൻ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണി അമ്മ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? സർദാർ KM പണിക്കർ. ഭൂപടങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫി. സത്യം ശിവം സുന്ദരം എന്ന ആപ്തവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദൂരദർശൻ. മലയാളത്തിൽ ആദ്യമായി വ്യാകരണ ഗ്രന്ഥം പുറത്തിറക്കിയതാര്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ഇന്ത്യയുടെ ദേശീയ ശാസ്ത്രദിനം എന്ന്? ഫെബ്രുവരി 28. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12, സലിം അലിയുടെ ജന്മദിനം. വള്ളത്തോൾ സ്വന്തം വൈകല്യം കാവ്യവിഷയമാക്കി കൃതിയേത്? ബധിരവിലാപം. പ്രവാസി ഭാരതീയ ദിനം എന്നാണ്? ജനുവരി 9. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം? പാലക്കാട് ചുരം. ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആര്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ലോക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പെട്രാർക്ക്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? കൃഷിയിടങ്ങൾ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? 1931. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.